CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരി പട്ടണ നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ബസ് സ്റ്റാൻഡ് പരിസരത്തു നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നഗരം നാടിന് സമർപ്പിച്ചു. ഈ മമ്മിക്കുട്ടി MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. മലപ്പുറം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പ്രവേശിക്കാത്തതുമായി ബന്ധപ്പെട്ട നിയമപരമായ കാരണങ്ങൾ മനസ്സിലാക്കാൻ നഗരസഭ അധ്യക്ഷർ തയ്യാറാകണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ട്രാഫിക് പരിഷ്കാരങ്ങളിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും അപകട സാധ്യതകളും ചൂണ്ടിക്കാട്ടിയാണ് ഭാരവാഹികൾ നഗരസഭയുടെ നിലപാടിനെതിരെ രംഗത്തു വന്നത്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന ഗർഭിണി മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് UDF പ്രതിഷേധം സംഘടിപ്പിച്ചു. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് മരണത്തിന് കാരണമായതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. വഖഫ് ബോർഡുകളിൽ യഥാർത്ഥ മുതവല്ലിമാർക്ക് അർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ സർക്കാരുകൾ തയ്യാറാകണമെന്ന് കേരള മുതവല്ലീസ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണമാണ് മുതവല്ലിമാരുടെ പ്രധാന ഉത്തരവാദിത്തമെന്നും അതിനുവേണ്ടിയാണ് അസോസിയേഷൻ രൂപീകരിച്ചിട്ടുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന ഗർഭിണി മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് UDF പ്രതിഷേധം സംഘടിപ്പിച്ചു. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് മരണത്തിന് കാരണമായതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ ഡെലിവറിക്ക് വേണ്ടിയാണ് ഈ ആശുപത്രിയിൽ എത്തിയത്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത അവഗണനയും
അശ്രദ്ധയും കാരണമാണ് ആ സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ടത്, ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടത്. ഇത് പട്ടാമ്പിയിലെ ഒരു ഗവൺമെന്റ് ആശുപത്രിയിലെ മാത്രം ഒരു കേസല്ല. കേരളത്തിലുടനീളം ഗവൺമെന്റ് ആശുപത്രികളിൽ ഈ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് ആശുപത്രിയെ സമീപിക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ടവരായ മനുഷ്യർക്ക് ജീവനോട് കൂടി അവരുടെ രോഗം ഭേദമായി തിരിച്ചു വരാൻ കഴിയുമെന്ന യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത വിധം കേരളത്തിന്റെ ആരോഗ്യരംഗം മാറിയിരിക്കുന്നു എന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധിയായ കേസുകളാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളായി കേരളക്കരയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആശുപത്രിയിൽ ഓപ്പറേഷന് വേണ്ടി വിധേയമാകുന്ന സ്ത്രീകളുടെ വയറിൽ ആ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന കത്രിക വെച്ച് തുന്നിപ്പിടിപ്പിച്ച സംഭവം ഒറ്റപ്പെട്ട സംഭവമല്ല, ഒന്നിലേറെ സംഭവങ്ങൾ ഈ കേരളക്കരയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ആ അമ്മമാർ, ആ സഹോദരിമാർ നീതിക്ക് വേണ്ടി കേരളത്തിൽ അലയുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. കുപ്പിച്ചില്ലും അതുപോലെയുള്ള വസ്തുക്കളും ഈ മുറിവിനകത്ത് വെച്ചുകെട്ടിയ സംഭവം ഈ കേരളക്കരയിൽ കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് ചെയ്തത്. താലൂക്ക് ആശുപത്രിയെ, ഗവൺമെന്റ് ആശുപത്രികളെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ വിവിധങ്ങളായ അപകടങ്ങളിൽപ്പെട്ട് ആശുപത്രികളിൽ വെച്ച് മരണപ്പെടുന്ന സാഹചര്യങ്ങൾ അടുത്ത കാലത്ത് ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പട്ടാമ്പി താലൂക്ക് ആശുപത്രി എത്രയോ കാലമായി ദയനീയമായ സ്ഥിതിയിലാണ് പട്ടാമ്പിയിലെ താലൂക്ക് ഹോസ്പിറ്റൽ ഉള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനകം ഈ താലൂക്ക് ആശുപത്രിയുടെ പുരോഗതിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഇവിടുത്തെ MLAക്കോ സർക്കാരിനോ സാധ്യമായിട്ടില്ല എന്നതിന്റെ അവസാനത്തെ രക്തസാക്ഷിയാണ് മിനിഞ്ഞാന്ന് മരണപ്പെട്ട ആ സഹോദരി. നിങ്ങൾ ഓർക്കണം, അവിടെ കൃത്യസമയത്ത് ഓപ്പറേഷൻ ചെയ്യുന്ന സമയങ്ങളിൽ ഉണ്ടാവേണ്ടുന്ന സൗകര്യങ്ങളും ഉണ്ടാവേണ്ടുന്ന ഉദ്യോഗസ്ഥരും സമയത്തിന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് ആ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു കുടുംബം വന്ന് കരഞ്ഞ് മാധ്യമങ്ങളുടെ മുന്നിൽ, പൊതുപ്രവർത്തകരുടെ മുന്നിൽ, ഉദ്യോഗസ്ഥരുടെ മുന്നിൽ, പൊതുസമൂഹത്തിന്റെ മുന്നിൽ നാടകം കളിക്കാൻ വേണ്ടി ജീവൻ നഷ്ടപ്പെട്ട ഒരു കുടുംബവും വന്ന് കളിക്കില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. വേദനയോടുകൂടിയാണ് ആ മരണപ്പെട്ടു പോയ സഹോദരിയുടെ സഹോദരി ഇന്ന് പത്രക്കാരെ കണ്ടുകൊണ്ട് അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് വിശദീകരിച്ചത്. അത് വിശ്വാസത്തിലെടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഈ സിസ്റ്റം മുഴുവൻ ഒരു തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി, തെറ്റുകളെ മറച്ചുപിടിക്കാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. CCN ചെർപ്പുളശ്ശേരി. മലപ്പുറം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പ്രവേശിക്കാത്തതുമായി ബന്ധപ്പെട്ട നിയമപരമായ കാരണങ്ങൾ മനസ്സിലാക്കാൻ നഗരസഭ അധ്യക്ഷ തയ്യാറാകണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ട്രാഫിക് പരിഷ്കരണങ്ങളിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും അപകട സാധ്യതകളും ചൂണ്ടിക്കാട്ടിയാണ് ഭാരവാഹികൾ നഗരസഭയുടെ നിലപാടിനെതിരെ രംഗത്ത് വന്നത്. RTO അനുവദിച്ച സമയത്തിലാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നത്. പല ചോദ്യങ്ങളും ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെ പറ്റിയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ പരമാവധി ആ സമയത്തിന് ഓടുന്നതിന് വേണ്ടിയാണ് പല അപകടങ്ങളും ഉണ്ടാകാനുള്ള കാരണങ്ങളായിട്ട്. എന്നാൽ ഇന്ന് മുണ്ടുപറമ്പില് വലിയ ഗതാഗത തടസ്സം നേരിടുന്നു ചില ട്രാഫിക് ഡ്യൂട്ടിയിലുള്ള ആളുകൾ. കാവുങ്ങൽ വഴി ബസ് തിരിച്ചുവിടുക. ഒരിക്കലും RTA അനുവദിച്ച റൂട്ടിലൂടെ വല്ല സമ്മേളനങ്ങളും കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് തിരിഞ്ഞു പോകാറുണ്ടെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ ഇത് തിരിച്ചുവിടുക. അതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിന് ഞങ്ങൾ പരാതി നൽകിയിരുന്നു. പരാതിയിൽ ഒപ്പിട്ട ബസ്സുകളെ പ്രത്യേകം തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം പിന്നീടുണ്ട്. ഞാൻ ആ സംഘടനയുടെ സെക്രട്ടറി ഉള്ളതിലേക്ക് ഒപ്പിട്ടിരുന്നു. ഇന്ന ബസ്സൊക്കെ വൈകുന്നേരം എന്തായാലും അതിൽ പോകും. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തില് ഞങ്ങൾക്ക് ബന്ധപ്പെട്ട അതിന്റെ അധികാരികളോട് പറയാനുള്ളത്, അവിടുത്തെ ഗതാഗത തടസ്സം നിയന്ത്രിക്കുന്നതിന് വേണ്ടി മഞ്ചേരി മലപ്പുറം റൂട്ടിൽ അവിടെ മേൽപ്പാലം അനുവദിക്കണമെന്ന. അല്ലാത്ത അവിടുത്തെ വിഷയങ്ങൾ ഒരിക്കലും തീരാൻ സാധിക്കൂല. കാരണം അത് തുടങ്ങിയ കാലത്ത് ചില ഭൂമാഫിയകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അതിന്റെ അലൈൻമെന്റ് അങ്ങനെ വന്നിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും ഒരു മെയിൻ റോഡിൽ 2 ബൈപ്പാസ് വന്ന് ചേരുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇടുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഏതോ ഭൂമി മുതലാളിനെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും.
തിരൂർ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ പോലീസ് സ്റ്റേഷന്റെ മുന്നിലൂടെ കുന്നുമലിലേക്ക് പ്രവേശിക്കുന്നത് റോങ് സൈഡിലൂടെയാണെന്നതാണ് സ്റ്റാൻഡിൽ കയറാത്തതിന് പ്രധാന തടസ്സമെന്ന് ഭാരവാഹികൾ വിശദീകരിച്ചു. മുൻപ് ഈ ഭാഗത്ത് നിരവധി അപകടങ്ങൾ സംഭവിക്കുകയും 2 പേർ മരണപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ അന്നത്തെ കളക്ടറായിരുന്ന ബിജു കോട്ടപ്പടിയുടെ നേതൃത്വത്തിലാണ് റോങ് സൈഡ് എൻട്രിക്ക് ശാശ്വത പരിഹാരം കാണുന്നതുവരെ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറേണ്ടതില്ലെന്ന് തീരുമാനിച്ചത്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാതെ ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കാൻ സാധിക്കില്ലെന്നും സംഘടന വ്യക്തമാക്കി. മലപ്പുറം മഞ്ചേരി റൂട്ടിലെ മുണ്ടുപറമ്പ് ബൈപ്പാസ് ജംഗ്ഷനിലെ കടുത്ത ഗതാഗതക്കുരുക്ക് കാരണം ബസ്സുകൾ സമയത്തിന് സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇത് പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ മേൽപ്പാലം നിർമ്മിക്കാൻ തയ്യാറാവണം. ഗതാഗത തടസ്സം ഉണ്ടാകുമ്പോൾ ബസ്സുകളെ കാവുങ്ങൽ വഴി തിരിച്ചുവിടുന്നത് വലിയ സമയനഷ്ടമുണ്ടാക്കുന്നു. ഇത് തിരൂർ പരപ്പനങ്ങാടി ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് ദുരിതമാവുകയും ബസ്സുടമകൾക്ക് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇത്തരം നടപടികൾ അവസാനിപ്പിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നിലവിൽ ബസ്സുകൾക്ക് സമയം നിശ്ചയിച്ചിട്ടുള്ളത് കുന്നുമലിലായതിനാൽ കുന്നുമൽ കേന്ദ്രീകരിച്ച് അത്യാധുനിക സൗകര്യങ്ങളുള്ള പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇതൊക്കെ ഞങ്ങൾ സഹകരിച്ചുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് സർവീസ് നടത്തുന്നത്. കാരണം 30 മിനിറ്റ് എടുത്ത് കോട്ടക്കുന്നും വേങ്ങരത്തും വരുന്ന മഞ്ചേരിക്ക് പോണ ബസ്സുകളൊക്കെ സഹകരിച്ചുകൊണ്ട് ഒരു ധാരണയിലാണ് സർവീസ് നടത്തുന്നത്. അപ്പൊ അതിന് അനുയോജ്യമായൊരു ബസ് സ്റ്റാൻഡ് മലപ്പുറം കുന്നുമ്മലിൽ നിർമ്മിക്കണം എന്നാണ്. കാരണം മലപ്പുറത്തേക്ക് ഒരു വികസനം വരുമ്പോ പഴയ കാലത്ത് അത് പാലയിലേക്ക് കൊടുത്തു അവിടെ നല്ലൊരു സ്റ്റാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് മലപ്പുറത്തെ ജനങ്ങൾക്കും മലപ്പുറത്തെ സാധാരണക്കാർക്കും അതുകൊണ്ട് യാതൊരു ഗുണമില്ല. ഇപ്പൊ മലപ്പുറം വല്ല വികസനത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിലാവുമ്പോൾ സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ച് മലപ്പുറത്തിന്റെ വികസന ഒരു മുരടിപ്പാണ് ജില്ലാ ആസ്ഥാനത്ത് ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇല്ല എന്ന് പറയും. കാരണം കോട്ടപ്പടിക്കര ബസ് സ്റ്റാൻഡ് ഉണ്ട്. അതില് കോട്ടപ്പടി ഭാഗത്തുനിന്ന് ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് വന്ന് തിരിച്ച് പോലീസ് സ്റ്റേഷന്റെ മുൻപന്തിയിലൂടെ പിന്നെ കുന്നുമലിലേക്ക് കയറുമ്പോൾ അത് റോങ് സൈഡിലൂടെ ഇറങ്ങി. ഒക്കെ നിങ്ങൾക്കവിടെ പോയി നോക്കിയാൽ മനസ്സിലാവും. മോട്ടോർ ഡിപ്പാർട്ട്മെന്റ് പോലീസും റോങ് സൈഡിലൂടെ ബസ് കയറണമെന്ന് പറയാൻ അവർക്ക് അധികാരമുണ്ടോ എന്നറിയില്ല. വാർത്താ സമ്മേളനത്തിൽ വാക്കിയത്ത് കോയ, ബാബുരാജൻ, CK അബ്ദുൾ റഷീദ്, അബ്ദുൽ ലത്തീഫ് എന്നിവർ സംബന്ധിച്ചു. CCN മലപ്പുറം. ശ്രീകൃഷ്ണപുരം VT പട്ടത്തിരിപ്പാട് കോളേജ് ക്യാമ്പസിൽ സംഘടിപ്പിച്ച മെഗാ തൊഴിൽ മേള ഉദ്യോഗാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. വിവിധ മേഖലകളിലെ 42 പ്രമുഖ സ്ഥാപനങ്ങൾ പങ്കെടുത്തു. 295 പേർ വിവിധ തസ്തികകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തൊഴിൽ മേളയുടെ ഉദ്ഘാടനം പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസിലെ എംപ്ലോയ്മെന്റ് ഓഫീസർ അതുല്യ S. പുഷ്പൻ നിർവഹിച്ചു. ഗവൺമെന്റിന്റെ മറ്റ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള മറ്റ് പല ഏജൻസികളും ഇപ്പോൾ തൊഴിൽ മേളയിൽ സജീവമായിരിക്കുകയാണ്. അപ്പൊ തൊഴിൽ മേളകൾക്ക് യാതൊരു പഞ്ഞവും ഇല്ലാത്ത കാലഘട്ടമാണ്. എന്നാലും തൊഴിലില്ലായ്മ നിലനിൽക്കുന്നു എന്നതൊരു വാസ്തവം തന്നെയാണ്. അപ്പൊ അതിന്റെ കാരണം എന്താണ് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇത്ര വർഷത്തെ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടായാലും മനസ്സിലാക്കുന്നത് സ്കിൽ ഡെഫിഷ്യൻസി എന്നൊരു പോയിന്റാണ്, അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി ഇല്ലായ്മ എന്ന ഒരു പോയിന്റാണ്. അല്ലാതെ നമുക്ക് തൊഴിലവസരങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. ഉദ്ഘാടന ചടങ്ങിൽ VTB കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ T. ബിന്ദു അധ്യക്ഷത വഹിച്ചു. പ്ലേസ്മെന്റ് സെൽ കോർഡിനേറ്റർ ഡോക്ടർ GS അരവിന്ദ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ശ്രീശങ്കര ട്രസ്റ്റ് നോർത്ത് സോൺ ചെയർമാൻ ബ്രഹ്മദത്തൻ നമ്പൂതിരി, എവർ ജോയിന്റ്സ് മാനേജർ അനീഷ്, PTA വൈസ് പ്രസിഡന്റ് K. സുനിൽ, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ R. സ്നേഹ എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് ക്ലബ് അഡ്വൈസർ കമൽരാജ് മോഹൻ നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. ചെർപ്പുളശ്ശേരി പട്ടണ നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ബസ് സ്റ്റാൻഡ് പരിസരത്തു നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നഗരം നാടിന് സമർപ്പിച്ചു. P. മമ്മിക്കുട്ടി MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 37.97 കോടി രൂപ ചെലവഴിച്ചാണ് നെല്ലായ സിറ്റി മുതൽ കച്ചേരിക്കുന്ന് വരെയുള്ള 4 കിലോമീറ്റർ പാത ആധുനിക നിലവാരത്തിൽ നവീകരിച്ചത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി PM മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ചെർപ്പുളശ്ശേരിയിൽ നടന്ന ചടങ്ങിന് നഗരസഭാ വൈസ് ചെയർമാൻ C. ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ,
നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുനീറ ബാനു, നഗരസഭാ മുൻ ചെയർമാൻ പി രാമചന്ദ്രൻ, നെല്ലായ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ അജേഷ്, KRFP ഉദ്യോഗസ്ഥരായ EG വിശ്വപ്രകാശ്, M അശോക് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. ഭീമനാട് നിന്നും കോഴിക്കോട് പാലക്കാട് ദേശീയപാതയെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ ഭീമനാട് 55 മൈൽ റോഡ് തകർച്ചാ ഭീഷണിയിൽ. ചേപ്പിലായി ഭാഗത്ത് റോഡ് നിർമ്മാണത്തിനായി പാടത്തു നിന്നും ഉയർത്തിക്കെട്ടിയ സംരക്ഷണ ഭിത്തിയുടെ ഒരു വശം തകർന്നു വീണതാണ് റോഡിന് ഭീഷണിയാകുന്നത്. ഭിത്തി തകർന്നതോടെ ഏകദേശം 20 മീറ്ററോളം ഭാഗത്ത് റോഡിൽ വലിയ വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട്. റോഡിന്റെ അപകടാവസ്ഥ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഉടൻ തന്നെ പൊതുമരാമത്ത് വകുപ്പിനെ വിവരം അറിയിച്ചു. അധികൃതർ സ്ഥലത്തെത്തി തകർന്ന ഭാഗത്ത് കയർ കെട്ടി അപായ സൂചന നൽകിയിട്ടുണ്ട്. റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കുന്നതിന് മുൻപ് നിർമ്മിച്ച പഴയ കരിങ്കൽ കെട്ടാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. 2021 റബ്ബറൈസ്ഡ് ചെയ്ത് അത്യാധുനിക രീതിയിൽ നവീകരിച്ച റോഡാണിത്. കുമരംപുത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാത വഴിയും കോട്ടപ്പാടം അലനല്ലൂർ ഭാഗങ്ങളിൽ നിന്നും ദേശീയപാതയിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പമാർഗമാണിത്. അതിനാൽ തന്നെ KSRTC ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വലിയ വാഹനങ്ങളാണ് നിത്യേന ഇതിലൂടെ കടന്നു പോകുന്നത്. CCN ചെത്തല്ലൂർ. കൊടക്കാട് SKSSF കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇഫ്താർ സംഗമം 15ാം വർഷത്തിലേക്ക്. റംസാൻ 1 മുതൽ 30 വരെ നീണ്ടു നിൽക്കുന്ന നോമ്പുതുറയിൽ പ്രതിദിനം 200ഓളം പേരാണ് പന്തലിലെത്തുന്നത്. മരുന്നുകഞ്ഞി, ചമ്മന്തി, ഫ്രൂട്ട്സ്, ലഘുഭക്ഷണങ്ങൾ, ചായ, ജ്യൂസ് എന്നിവയടങ്ങുന്ന വിഭവസമൃദ്ധമായ നോമ്പുതുറയാണ് കമ്മിറ്റി ഒരുക്കുന്നത്. പന്തലിലെത്തുന്നവർക്ക് പുറമെ വൈകുന്നേരം 4 മണി മുതൽ സമീപ പ്രദേശങ്ങളിലെ 100 കണക്കിന് വീടുകളിൽ നിന്നുള്ളവർ പാഴ്സൽ വാങ്ങാനും ഇവിടെ എത്തുന്നുണ്ട്. ജില്ലാ SKSF പ്രസിഡന്റ് സെയ്ദ് ഹുസൈൻ തങ്ങൾ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. 1.5 പതിറ്റാണ്ടോളമായി നടന്നു വരുന്ന ഇന്നത്തെ ഈ ഒരു വർഷത്തെ നോമ്പുതുറ അൽഹംദുലില്ലാ വർഷത്തേക്കാളൊക്കെ ഉപരി വളരെ റാഹത്തായി അത് നടത്താൻ വേണ്ടി SKSFന്റെ യൂണിറ്റ് ഭാരവാഹികൾ നിശ്ചയിക്കുകയും അതിനുവേണ്ടി ധാരാളം ആളുകൾ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. SKSFന്റെ ഭാരവാഹികൾക്ക് പുറമെ ഉച്ച മുതൽ ഇവിടെ അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ധാരാളം ചെറുപ്പക്കാരായ ആളുകളുണ്ട്. അഥവാ യാത്രക്കാരായ ആളുകൾ പ്രത്യേകിച്ചും അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിൻ്റെ മുമ്പ് നോമ്പ് തുറക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അഥവാ നോമ്പ് തുറക്കുന്ന സമയത്തുള്ളതായിരിക്കുന്ന ജ്യൂസുകൾ, ഫ്രൂട്ട്സുകൾ, അതുപോലെ തന്നെ അത് എടുത്തു പറയത്തക്ക ഒരു വിഭവം ഒരു മരുന്ന് കഞ്ഞിയാണ്. അത് ഏകദേശം ഒരു 4-4:30 മണിയാകുമ്പോൾ തന്നെ ആ മരുന്ന് കഞ്ഞി ഇവിടെ തയ്യാറാക്കപ്പെടുന്നു. ആ മരുന്ന് കഞ്ഞി നോമ്പ് തുറക്കുന്ന ആളുകൾക്ക് പുറമെ ഒരുപാട് ആളുകൾ ഒരു 5 മണി മുതൽ തന്നെ അതിന് ഈ നാട്ടിലെയും പരിസര പ്രദേശങ്ങളിലായിരിക്കുന്ന ആളുകൾ അത് വന്നുകൊണ്ട് വാങ്ങി പാത്രത്തിൽ നിക്ഷേപിച്ച് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയുമുണ്ട്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ ഈ ഒരു പ്രവർത്തനം എത്ര ശ്ലാഘനീയമാണ്, സ്തുത്യർഹമാണ്. ഇതിനുവേണ്ടി സഹകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മഹല്ല് ഖത്തീബ് ഫാറൂഖ് ഫൈസി ചടങ്ങിൽ സംസാരിച്ചു. ഞങ്ങളുടെ മഹല്ല് മാത്രമല്ല പരിസരത്തുള്ള മഹല്ലുകളൊക്കെ പടർന്നു പന്തലിച്ച് ഇതിനുവേണ്ടി ആളുകൾ അസ്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ വരികയും കഞ്ഞി കൊടുക്കുകയും അതുപോലെ തന്നെ നോമ്പ് തുറക്കാൻ കുറേ ആളുകൾ യാത്രക്കാരാകുന്ന ആളുകൾക്ക് വളരെ സന്തോഷത്തോടു കൂടെ കൊടുക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സെയ്ദവറുകൾ പറഞ്ഞ പോലെ ഇതിനുവേണ്ടി ആത്മാർത്ഥമായി കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരും അതിലുപരി പ്രായം പോലും വകവെക്കാതെ രോഗം പോലും വകവെക്കാതെ ഇതിനു വേണ്ടി എല്ലാ റമദാനിക്കും ഇതിനു വേണ്ടി സഹായിക്കുന്ന, ശാരീരികമായി മാനസികമായി സഹായിക്കുന്ന പല ആളുകളുണ്ട്. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. CK ഇസ്മായിൽ, അബ്ദുൽ നാസർ, M ജാഫർ, CK സത്താർ, CK സുബൈർ, മണ്ണിൽ ബാബു, മുജീബ്, മുസ്തഫ, റഫീഖ് മാനി, മുനീർ മണ്ണിൽ, നൌഷാദ്, ലത്തീഫ്, ഹംസക്കുട്ടി, ബഷീർ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. CCN ചെത്തല്ലൂർ. വഖഫ് ബോർഡുകളിൽ യഥാർത്ഥ മുതവല്ലിമാർക്ക് അർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ സർക്കാരുകൾ തയ്യാറാകണമെന്ന് കേരള മുതവല്ലീസ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണമാണ് മുതവല്ലിമാരുടെ പ്രധാന ഉത്തരവാദിത്തമെന്നും അതിനുവേണ്ടിയാണ് അസോസിയേഷൻ രൂപീകരിച്ചിട്ടുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ വഖഫ് സ്വത്തുക്കളൊക്കെ കണ്ടമാനം ദുരുപയോഗം ചെയ്ത് നടക്കുന്നുണ്ട്. ഇതൊക്കെ കൊടുത്ത ആൾക്കാര് ഇതിലൊന്നും ഇടപെടാത്തതുകൊണ്ട് കുറെ കൊല്ലങ്ങളായിട്ട് ദുരുപയോഗം നന്നായി നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ തടയണം എന്നുണ്ടെങ്കിൽ ഒരു സംഘടന ആവശ്യമാണ്. അതുകൊണ്ട് ഈ പഴയ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെ വെച്ചിട്ട് വഖഫ് ബോർഡിൽ മുത്തവല്ലിയായി രജിസ്റ്റർ ചെയ്ത 1961 വഖഫ് ബോർഡ് വന്നപ്പോൾ രജിസ്റ്റർ ചെയ്ത മുത്തവല്ലിമാരെ വെച്ച് ഒരു സംഘടന ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കുകയും അതിന്റെ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ
ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. ഏക്കർ കണക്കിന് ഭൂമി വഖഫ് ചെയ്ത പുരാതന മുസ്ലിം കുടുംബങ്ങളിലെ മുതവല്ലിമാരെ 1962 മുതൽ വഖഫ് ബോർഡ് അംഗീകരിച്ചിട്ടുണ്ട്. സ്വന്തം ഭൂമി മതസ്ഥാപനങ്ങൾക്കായി വിട്ടു നൽകിയ ഇത്തരം കുടുംബങ്ങളിൽ നിന്നുള്ളവരെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താൻ മാറിവരുന്ന സർക്കാരുകൾ ശ്രദ്ധിക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ആയിരക്കണക്കിന് ഏക്കർ വഖഫ് ഭൂമി ഇതിനകം അന്യാധീനപ്പെട്ടിട്ടുണ്ട്. കയ്യേറ്റങ്ങളിലൂടെയും വ്യാജരേഖകൾ ചമച്ചുള്ള വിൽപ്പനയിലൂടെയുമാണ് ഈ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കാനും നിലവിലുള്ള വഖഫ് സ്വത്തുകൾ സംരക്ഷിക്കാനും വഖഫ് ബോർഡും സംസ്ഥാന സർക്കാരും അടിയന്തര നടപടികൾ സ്വീകരിക്കണം. ഇക്കാര്യത്തിൽ സർക്കാരിന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകാൻ അസോസിയേഷൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വഖഫ് ബോർഡൊക്കെ ഇല്ലാത്ത കാലത്താണ് നമ്മുടെ നാട്ടില് ഈ പള്ളികളും മദ്രസകളും മറ്റുള്ള മത സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടായത്. അപ്പൊ നിങ്ങളൊക്കെ അറിഞ്ഞ കാര്യമാണ്. ഫറൂഖ് കോളേജ് ആദ്യമായിട്ട് തുടങ്ങാൻ സമയത്ത് എറണാകുളത്തുള്ള സേട്ട് സാഹിബ് 100 ഏക്കർ സ്ഥലം അതിന് കൊടുത്ത് അതൊക്കെ അന്യാധീനപ്പെട്ടുപോയി. ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ഒരു വിധി വന്ന് അതൊക്കെ സ്വത്തല്ലാന്ന് അതിപ്പോ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ കേസ് നടക്കുക. സത്യത്തിൽ അത് വഖഫാണെന്നാണ് എല്ലാവരും പറയുന്നത്. കഴിഞ്ഞ കോടതി തീരുമാനിക്കാം. എന്തായാലും അത് ദുരുപയോഗം ചെയ്യുന്നു. ഫറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് ആണോ ആരാണെന്ന് അറിഞ്ഞോടെ അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉദാഹരണം പറഞ്ഞുള്ളൂ. അതേപോലെ തന്നെ മറ്റു പല മതധർമ്മ സ്ഥാപനങ്ങളിലും ദുരുപയോഗം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. വഖഫ് ബോർഡ് പോലും അതിന് ശരിയായൊരു നടപടി എടുക്കുന്നില്ല. എന്തെങ്കിലും നടപടി എടുക്കാൻ തുടങ്ങുമ്പോൾ അതിൽ രാഷ്ട്രീയ നടപടികൾ നടത്തി അതില്ലാതാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. വാർത്താ സമ്മേളനത്തിൽ കേരള മുതവല്ലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എഞ്ചിനീയർ അഹമ്മദ് മൂപ്പൻ, ജനറൽ സെക്രട്ടറി APO റഹ്മത്തുള്ള, സംസ്ഥാന സമിതി അംഗം കൊളക്കാട്ടിൽ കുഞ്ഞി മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. കോത്തകുറിശി ചാത്തൻ സേവാ മഠത്തിലെ ഈ വർഷത്തെ കുംഭഭരണി മഹോത്സവം 23-ന് തിങ്കളാഴ്ച ആഘോഷിക്കും. വൈകുന്നേരം താലപ്പൊലിയും വാദ്യഘോഷങ്ങളുമായി എഴുന്നള്ളിപ്പും ഉണ്ടാകും. ഉത്സവത്തോടനുബന്ധിച്ചുള്ള കൊടിയേറ്റം ഫെബ്രുവരി 22 ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ക്ഷേത്രം തന്ത്രി പനാവൂർ നാരായണ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. ഉത്സവ ദിനമായ തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹോമം, വാദ്യവൃന്ദം, ചെണ്ടമേളം എന്നിവയോടെ ചടങ്ങുകൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് ഡബിൾ തായമ്പകയും പഞ്ചവാദ്യവും അരങ്ങേറും. 2:30-ന് താലപ്പൊലിയും വാദ്യഘോഷങ്ങളുമായി ഗജവീരന്റെ അകമ്പടിയോടെ സ്വാമിയെ രഥത്തിൽ എഴുന്നള്ളിച്ച് കാഞ്ഞിരകുളത്തിൽ നീരാട്ടിനായി കൊണ്ടുപോകും. രാത്രി 6:30 എഴുന്നള്ളത്ത് തിരിച്ചെത്തും. തുടർന്ന് രാത്രി 9 മണിക്ക് കളമെഴുത്തുപാട്ടും തിരിയുഴിച്ചിലും നടക്കും. ഉത്സവത്തോടനുബന്ധിച്ച് രാത്രി 7 മണി മുതൽ പ്രശസ്ത പിന്നണി ഗായിക ശ്വേത അശോക്, ഭവിൻ വിനോദ് തുടങ്ങിയവർ പങ്കെടുക്കുന്ന സംഗീത മാന്ത്രികം മെഗാ മ്യൂസിക് നൈറ്റും ഉണ്ടായിരിക്കും. CCN ചെറുപ്പുളശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുപ്പുളശ്ശേരി പട്ടണ നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ബസ് സ്റ്റാൻഡ് പരിസരത്തു നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നഗരം നാടിന് സമർപ്പിച്ചു. മമ്മിക്കുട്ടി MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. മലപ്പുറം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പ്രവേശിക്കാത്തതുമായി ബന്ധപ്പെട്ട നിയമപരമായ കാരണങ്ങൾ മനസ്സിലാക്കാൻ നഗരസഭ അധ്യക്ഷർ തയ്യാറാകണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ട്രാഫിക് പരിഷ്കാരങ്ങളിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും അപകട സാധ്യതകളും ചൂണ്ടിക്കാട്ടിയാണ് ഭാരവാഹികൾ നഗരസഭയുടെ നിലപാടിനെതിരെ രംഗത്തു വന്നത്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന ഗർഭിണി മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് UDF പ്രതിഷേധം സംഘടിപ്പിച്ചു. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് മരണത്തിന് കാരണമായതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. വഖഫ് ബോർഡുകളിൽ യഥാർത്ഥ മുതവല്ലിമാർക്ക് അർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ സർക്കാരുകൾ തയ്യാറാകണമെന്ന് കേരള മുതവല്ലീസ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണമാണ് മുതവല്ലിമാരുടെ പ്രധാന ഉത്തരവാദിത്തമെന്നും അതിനുവേണ്ടിയാണ് അസോസിയേഷൻ രൂപീകരിച്ചിട്ടുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.